ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ദി ഗെയിമിംഗ് റൂട്ട്. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം ബിൽഡ് ടു ഡിഫെൻഡ് ലൂട്ട് എന്ന് പറഞ്ഞൊരു ഗെയിമാണ് ഗൈസ്. അപ്പോൾ ഈ ഗെയിമിൽ നമുക്കൊരു ബേസ് ഉണ്ട് ഗൈസ്. ആ ബേസിൽ നമ്മൾ ഒന്ന് രണ്ട് ലൂട്ട്സ് ഒക്കെ കാണും. മീൻസ് നമ്മൾ മേടിക്കുന്ന സാധനങ്ങളും ഒക്കെ അതിനെ നമ്മൾ സേഫായിട്ട് വെക്കണം. ബാക്കിയുള്ള ആൾക്കാരെ അതിൻ്റെ നമ്മുടെ മതിലിക്കിടിച്ച് പൊളിച്ച് നമ്മളെ ബേസിലെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ നമ്മൾ അതിനെതിരെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യണം ഗൈസ്. അതാണ് ഇന്നത്തെ നമ്മുടെ ഈ ഗെയിമിൻ്റെ കോണ്ടന്റ്. നമുക്ക് എന്തെങ്കിലും ഗെയിമിലോട്ട് പോവാം. നിങ്ങൾ ലൈക്ക് അടിക്കാത്തവരാണ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം അടിച്ച് പൊട്ടിച്ചേക്കാം. ഗൈസ്, ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 10 ലൈക്ക് ഗൈസ്. നമുക്ക് ഗെയിമിലോട്ട് പോവാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതുണ്ടാ ഇതുപോലത്തെ ഓരോ സാധനങ്ങൾ വഴി വരും. നമ്മളതൊക്കെ മേടിക്കണം. ടിപ്പ് യു ക്യാൻ ബൈ ബെറ്റർ കെയർ ഇൻ ദി സെൻറ്റർ. ഇതാണ് യേസ് പറയണേ. അപ്പോൾ നമുക്കാണ് നമ്മുടെ ഫസ്റ്റ് സെക്യൂരിറ്റി ബിൽഡിങ് പണിയാം. വാതില് നമ്മൾ ഇതൊക്കെ വെച്ചില്ലെങ്കിൽ ആൾക്കാർ ഇതാണ്ട ചുമ്മാ ഇങ്ങനെ വരും. ഇവിടെ ആർക്കെങ്കിലും എല്ലാവരും അത്യാവശ്യം പ്രോയാണ് ഗൈസ്. ഈസിയല്ല. നമുക്ക് എൻ്റെ അത്ര കിടക്കാൻ പറ്റും, അവർക്ക് പറ്റില്ല ഗൈസ്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ നമ്മളടുത്തൊരു ലൂട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായി ഗൈസ്. നമുക്ക് നടുക്കായിട്ട് ഞാൻ വെച്ചേക്കാം. അത് വെച്ച് സെറ്റ്. ഇപ്പം അത് എത്ര വെച്ച് ഏൺ ചെയ്യുന്നുണ്ട്? 10 പെർ സെക്കൻഡ് ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ വന്നിട്ട് കാശ് കളക്ട് ചെയ്യാം. പക്ഷെ ഇവിടെ കാശ് കാണിക്കുന്നില്ലല്ലോ. ഇവിടെ കാശ് കാണിക്കുന്നില്ല, പക്ഷെ ഉണ്ട്, വരുന്നുണ്ട്. എടാ 1 മില്യൺ അതിനൊക്കെ. ഇത് മേടിക്കാടാ. 120 രൂപയ്ക്ക് അത് ഒരെണ്ണം കിട്ടും. ഒരു ലേസർ റോഡ് ഡോറും കൂടെ ഉണ്ട്. എന്തൊക്കെയാണോ പറയണേ. നമുക്ക് ഇത് ഇവിടെ എവിടെയെങ്കിലും വെക്കാം. ചെസ്സിനടുത്ത് തന്നെ അങ്ങ് വെക്കാം. സ്പിൻ ഈസ് ഓൾമോസ്റ്റ് റെഡി അങ്ങനെ എന്താ പറയുന്നുണ്ട്. ഇത് തന്നെ ഞാൻ എങ്ങോട്ടാ പോണേ. നമ്മളെ സ്പിൻ ചെയ്യുമ്പോൾ നോക്കി എന്ത് കിട്ടും നമുക്ക് നോക്കാം. എന്ത് കിട്ടും? ഓ മൈ ഗോഡ്, ഒടുക്കത്തിലൊക്കെ വന്നപ്പോൾ തന്നെ 100K. ഇനി എന്നെ മേടിക്കണം. എന്ത് മേടിക്കണമെങ്കിൽ നമുക്ക് ഇനി സമയമുണ്ട്, കാശുണ്ട്. ഇത് മേടിക്കണോ? ഇത് മേടിക്കടാ. ഇല്ലടാ, അത് കിട്ടിയില്ല. ഇഷ്യല്ല. ഇത് നമ്മളിങ്ങനെ പക്ഷെ അത് ആരും എടുത്തോണ്ട് പോകാതെ നോക്കണമായിരുന്നു. ആക്ച്വലി അത് തന്നെ മേടിച്ചാൽ മതിയായിരുന്നു. എന്തിൻ്റെ കടിയായിരുന്നോ എനിക്ക്. വേണ്ടാ, ആൾക്കാർ വരുന്നടാ. അപ്പം ആൾക്കാർ വരുമ്പോൾ ആൾക്കാർ നമ്മൾ അടിച്ചിടാനുള്ളതെന്ന് തോന്നുന്നു ഈ ബാറ്റ്. ഇതിൻ്റെ ഒക്കെ ഡിഫൻസ് നോക്കിയടാ. അപ്പം ഇതിൻ്റെ ഇപ്പം നമുക്ക് പാസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ ക്യൂടില്ല. 250 ആണെങ്കിൽ അത് മേടിക്കാം. 447. ഇതെന്താണ്? റോബക്സ് ഉണ്ട് ചേർന്ന്. ഇപ്പം നമ്മൾ സ്പെൻഡ് ചെയ്യണില്ല, അതൊക്കെ ചുമ്മാ നഷ്ടമല്ലേ. ഇതാണ് പരിപാടി. നമ്മളൊക്കെ ഇതുപോലെ ഇങ്ങനെ ആണ്ടാ എടി ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാ. ഇതടിച്ച് മേടിക്കൊണ്ടോ. സെറ്റ് സെറ്റ് സെറ്റ്. എടാ സെറ്റ്, നമ്മൾ അടിച്ചു പറ്റി. എടാ സെറ്റ് 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 സെറ്റ്. എടാ അതാരോ എടുത്തോണ്ട് പോയടാ. അത് ഇൻവെന്ററി കയറിയടാ. എടാ ഇതാരോ എടുത്തോണ്ട് പോയിരിക്കണമെങ്കിൽ നല്ല മതിൽ വാങ്ങി വെക്കണമല്ലോ. എടാ ഒന്നുകൂടെ പോയി നോക്കാം. ചിലപ്പോൾ നമ്മുടെ അതിൻ്റെ അകത്തു നിന്നൊക്കെ സാധനങ്ങൾ പോവും, പക്ഷെ പോയാലും നമുക്ക് പോവാൻ വലുതായിട്ട്. അയ്യോ ആളെ വെച്ച് 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 വെച്ച്. ഇവിടെ പോയിട്ട് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റും. എടാ ഇതിങ്ങനെ അടിച്ച് പൊട്ടിക്കാൻ പറ്റൂടാ നമുക്ക്. ഇത് ഇത് കിട്ടിയ സെറ്റ്. അതിൻ്റെ സ്പീഡിൽ ഓടാനും പറ്റത്തില്ല. സെറ്റ് കിട്ടി എടാ. പക്ഷെ അതൊന്നും ഇപ്പം ഞാൻ പ്ലേസ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് നല്ലൊരു ഡിഫൻസ് ഇല്ല. എടാ ഇതിൻ്റെയൊക്കെ ഉപകാരം ഉണ്ടോ? ഇതൊക്കെ ചാടി കിടക്കുന്നല്ലേ. അതൊക്കെ ചാടി കിടക്കുന്ന, അതൊന്നും ഞാൻ പിടിക്കുന്നില്ല. എടാ അപ്പോൾ കുറച്ച് സെറ്റാക്കിയിട്ട് കാണാൻ ഗൈസ്. എടാ അപ്പോൾ ഒരു സ്റ്റോൺ വാൾ വിത്ത് വിൻഡോ അത് ഞാനങ്ങ് മേടിച്ച്. എടാ അത് വെക്കാടാ, അത് വെക്കാം. 9. ഇത് ഉള്ളി വെക്കുന്നതാണോ വെളി വെക്കുന്നതാണോന്നല്ലേ?
ഉള്ളിൽ വെക്കാടാ, അതാ നല്ലേ. ആ ഓക്കെ. എടാ ഒറ്റ വട്ടം എടാ ഒന്ന് വെക്കാൻ ഭയങ്കര പാടാട്ടോ. എടാ ഇത് കിടില്ല. എടാ ഇതേ ഒരെണ്ണം മേടിച്ച ഒരെണ്ണം അല്ല 5 എണ്ണം അങ്ങനെ കിട്ടുമെന്നാ തോന്നണെ. യാ അത്രയും വെച്ചടാ. ഇപ്പൊ കുറച്ചും കൂടി ഒരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യുന്നില്ലേ? ഇനി 8 നമുക്ക് ഇവിടെ ഇതും കൂടി അങ്ങ് വെക്കടാ. അവിടെ ആക്ച്വലി വെച്ചിട്ടില്ല. അപ്പൊ ഇവിടെ ഫ്രണ്ടിൽ നിന്നും കൂടി വെക്കടാ. ഇങ്ങനെ ഒരെണ്ണം വെക്കാം. ഇങ്ങനെ ഒന്ന് അടുത്ത് ഇവിടെ ഇവിടെ ഒരെണ്ണം. ആ ഓക്കേടാ സെറ്റ്. എടാ ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നത് കംപ്ലീറ്റ് ആക്കാൻ. യോ അപ്പൊ നമ്മുടെ ബിസി പർച്ചേസ് നല്ല അതെടുക്കാം. സ്റ്റോൺ വാൾ കിട്ടിയാടാ. അങ്ങ് അപ്പുറത്തോട്ട് ഒരെണ്ണം പോയി, പക്ഷെ അത് നമുക്ക് ഇനിയാണെ എടുക്കാൻ പറ്റില്ല. ഇതെടുത്താ എടാ അത്യാവശ്യം നല്ല പൈസ കിട്ടിയടാ അതിന്ന്. എവിടെ? ഇവനാടാ ഈ കള്ളനാടാ നമ്മുടെ ഡിഫൻസ് പൊട്ടിച്ചേ. ഓൺട്രോ നല്ലോണം കുറച്ചടാ അവനവിടെ. ഇത് ഓടോ അപ്പൊ തന്നെ കേറിക്കോളും, കുഴപ്പമില്ല സെറ്റ്. ഇത് സ്പൈഡർ വെബ് ഇതും ഇതൊക്കെ എന്നതാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ 50K ഈ സാധനം. ഇതിനെ ലേസർ ഡ്രോ ബ്രിഡ്ജ്. എടാ ഇതൊക്കെ ഞാൻ മേടിക്കുന്നുണ്ട് കേട്ടോ. എന്തിനാണോ എന്തോ 5K ഇതും അങ്ങ് മേടിച്ച്. കാശരിക്കല്ലേ അങ്ങ് എടുത്ത് വാരാടോ അങ്ങോട്ട്. അത് അങ്ങനെ ഒരു സാധനം അവിടെ വന്നിട്ടില്ല. വന്നേ നമ്മൾ മേടിച്ചാനെ. യാ അപ്പൊ നോക്കിയാണ് ഇതൊക്കെ ഒന്ന് ഞാൻ സെറ്റ് ആക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങളും കൂടി കാണും. യാ നമ്മൾ ഇങ്ങനെ ഇവിടെ ഒരെണ്ണം വെച്ച് ഡബിൾ ലെയർ വെക്കണം നമ്മള്. വേണ്ടല്ലോ, വേണ്ട ഡബിൾ ലെയർ വെക്കണ്ട. ഇടയ്ക്ക് ഇങ്ങനെ ഒരെണ്ണം ഇവിടെ വെക്കാം നമ്മുടെ ഇതിന്റെ ഇവിടെ ആയിട്ട്. അതാകുമ്പോ പിന്നെ ഇവിടെ നമുക്ക് മാക്സിമം ലെയർ തിക്കി നിറയ്ക്കാം. അതാണ് എന്റെ പ്ലാൻ. എന്നിട്ട് എടാ ഇവിടെ ഇവിടെ കണ്ട ഇതൊക്കെ ആയിരിക്കും ആൾക്കാർ വന്ന് ആദ്യം പൊട്ടിക്കണ സാധനങ്ങള്. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ വെക്കാം. എടാ തീർന്നടാ. അപ്പൊ ഇനി ഞങ്ങൾക്ക് കോബോബ് വെക്കാം. മറ്റേ കോബോബ് അല്ല, സ്പൈഡർ വെബ്. ഓക്കെ 10 എണ്ണമായിരുന്നടാ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുപോലെ നമ്മള് ബേസിന് ചുറ്റിനും വെക്കണം. ഇനി നമ്മുടെ അതിൻ്റെ അകത്തുനിന്ന് സാധനങ്ങൾ എടുത്തോണ്ടോ അവന്മാര് കുറച്ച് കഷ്ടപ്പെടും ആര് വന്നാലും. ആക്ച്വലി ഇതിന്റെ ഉപകാരം എന്താണെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ വെച്ചിട്ടുണ്ട്. എടാ ഒരു സാധനം അങ്ങോട്ട് ഞാൻ വാങ്ങിയിരുന്നല്ലോ. എനിക്ക് തോന്നി. എടാ വേറെ എന്തോ സാധനങ്ങളെ ഉണ്ട്. നോക്കട്ടെ ആദ്യം ഇതൊന്ന് വെക്കട്ടെ. ഇങ്ങനെ ഞാൻ വെച്ച്. ഇവിടെ ഇത് 1000 ഉണ്ടോ. മറ്റേത് 350, ഇത് 1000. സെറ്റടാ സെറ്റ്. ഇതെന്തായിരുന്നു? അതായത് ഇത് ആദ്യം എന്നതാണെന്ന് അറിയണം. എടാ ഇത് വോളാടാ, വോള്. എടാ പക്ഷെ ബേസിലെ സ്ഥലമില്ലടാ ഇതും കൂടി അങ്ങ് വെക്കുമ്പോഴത്തേക്കും. ഓക്കേ കുറച്ചും കൂടി ബാക്കിലോട്ട്. ഓക്കേ അത് സെറ്റായി. തീർന്നടാ. എടാ ഇപ്പൊ നമ്മുടെ ബേസിന് നല്ല സെക്യൂരിറ്റി ഉണ്ട്. നമുക്കിനി ഇത് ഇവിടെ വെക്കാം. ഇതും അടിച്ചു മാറ്റിയ സാധനമല്ലേ, ഇതും ഇവിടെ വെക്കാം. സെറ്റ് കിഡിലും. ഏടാ അപ്പൊ ഞാൻ ഇതുപോലെ കുറച്ചും കൂടി സെറ്റ് ആക്കിയിട്ട് വരാം. എടാ ഒരാൾ നമ്മുടെ ബേസിൽ സാധനം എടുക്കാൻ വന്നടാ. എടാ ഇത് വേഗം എടുത്ത് വെക്കട്ടെ കയ്യിലോട്ട്. ഇതേണ്ടാ
ഞാൻ അടിച്ചടിച്ച് ഉറക്കാണ്. എടാ നമുക്ക് വേഗം ഈ സാധനങ്ങളൊക്കെ നമ്മൾ കയ്യിലോട്ട് എടുത്ത് വെക്കണം. അവർ റേസർ എടുത്തിട്ടാ. എടോ അപ്പൊ അവ ഇതുവഴിയാടാ കേറിയത്. എടാ ഈ വഴിയടാ. എടാ അപ്പൊ ഇത് വേസ്റ്റ് ആടാ. ഓടാ 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 നീ. എടാ സെർവറിൽ നമ്മൾ ആ കുറച്ച് പേരെ കൊണ്ട് ഓടാ നീ. അയ്യോ എടാ അവൻ എന്നെ അടിച്ച്. എടാ എന്നെ അടിച്ചടാ. എടാ ഞാനാണ് ഇതൊക്കെ എടുത്ത് കയ്യിലോട്ട് വെക്കാൻ പോവാ. അയ്യേ ഇനി എന്തെടുത്തോണ്ട് പോകും, എൻ്റെ കയ്യിൽ ലൂട്ട്സ് ഒക്കെ ഉണ്ട്. എടാ ഇവിടെ എന്തോ ഏതോ ഒരു ഷോപ്പിൽ നിന്ന് എന്താണ്ടൊക്കെ മേടിക്കും. അവിടെ നമുക്ക് നമ്മുടെ ഇത് കംപ്ലീറ്റ് പൊളിച്ചിട്ട് ഒന്നുകൂടെ പണിയാടാ. വീട്ടിൽ തന്നെ ഹാക്കൊക്കെ ചെയ്യാൻ പറ്റുമോ ഡോറ്? എടാ അതെന്ത് തേങ്ങ സ്പീഡ് ഒമ്പോ. ഞാൻ പുതിയ സ്ലാപ്പ് വാങ്ങി. എടാ അവന്റെ ബേസ് അവിടെ അവന്റെ ബേസ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവനെ കാണിച്ചു കൊടുത്ത. ഒമ്പോ അതിനുള്ള പൈസ അത് തന്നെടാ, അത് തന്നെ സെറ്റാക്കാം. എടാ അവനെ കുറ്റം പറയാൻ പറ്റില്ല, നമ്മൾ അവന്റെ കയ്യിൽ നിന്നല്ലേ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി. എടാ ഞാൻ ഒന്നും അടിച്ചു മാറ്റും. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലടാ അവന്റെ ബേസിൽ കയറിയത്. എടാ ഞാനിത് പൊളിക്ക് എത്ര നേരം എടുക്കും? ഫൈനലി അതിപ്പോ പൊളിയും. ഇവിടെ പൊളിഞ്ഞ് പക്ഷേ ഹലോ ബൈ ദ ബൈ. അയ്യോ ഇടോ അതെന്ത് തേങ്ങ. അയ്യോ ഇടോ ഇടോ അവന്റെ ഉള്ളിൽ ഒന്നും ഇല്ലടാ. അവനെ എല്ലാം ലൂട്ടെടുത്ത് കൈ പിടിച്ച്. സ്ട്രഗ്ലിംഗ് ടു ഹാക്ക്. യാ പോടാ അങ്ങോട്ട്. എന്തായാലും ഒന്ന് അപ്പ റോബക്സ് കാണിച്ചു വന്നോളാം. പ്രാന്തല്ല റോബക്സ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ. കുറെ ചപ്പറി സാധനങ്ങൾ നമുക്ക് എടുത്തു വെക്കാം. ഇവിടെ മില്യണോ എടാ. നമുക്ക് ഇവിടെ എന്തെങ്കിലും വെച്ചില്ലെങ്കിൽ നമുക്ക് ക്യാഷ് കയറത്തുള്ള അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. വോൾസ് ഒക്കെ വേണമെങ്കിൽ ഇനി ഒന്നുകൂടെ കൂട്ടാം, പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് വെക്കണോടാ, ഇല്ലെങ്കിൽ പണിയാ. യാ ലേസർ ഡോർ ഞാൻ കുറച്ച് തന്നെ മേടിച്ചിരുന്നു. അത് ഇങ്ങനെ ഇങ്ങനെ അടി ഇവിടുന്ന് ഇങ്ങനെ അടുപ്പിച്ച് വെക്കണം. ഒത്തിരി അടുപ്പിച്ച് കഴിഞ്ഞാൽ അവന് ഹാക്ക് ചെയ്യാൻ പറ്റൂടാ, അങ്ങനെ ഇച്ചിരി പ്രശ്നമുണ്ട്. ആടാ ഇത് എടാ വോള് വന്നു. എടാ ഈ സാധനം നമ്മൾ മാക്സിമം മേടിക്കണം. അവൻ പോയാ? ഇല്ലടാ അവൻ ഇനി എന്നെ ശല്യം ചെയ്യും. അങ്ങനെ ചിലവന്മാരുണ്ടോ നമ്മളെ ചുമ്മാ ഇട്ട് ശല്യം ചെയ്തോണ്ടിരിക്കും. അവനൊന്നും ഒരു കാര്യം ഉണ്ടാകത്തില്ല നമ്മളെ ശല്യം ചെയ്തിട്ട്. പക്ഷെ ശല്യം ചെയ്യാൻ വേണ്ടി തന്നെ ശല്യം ചെയ്യും. നമ്മൾ കളിക്കരുത് എന്നുള്ള ഒരു മൈൻഡിൽ. അവിടെ ഞാൻ ഇവിടെ നിറയെ ഹോള് വെച്ചറാ. ഇനിയൊക്കെ അവൻ എങ്ങനെ കയറൂടാ അതിൻ്റെ അകത്ത്? ആണ്ടേ അപ്പോഴും ഈ ഒരു അറ്റത്ത് വഴി, പക്ഷെ അത് നേരെ കാണാൻ പറ്റുമോ ഇല്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇത് കുറച്ച് ഇങ്ങനെ ആക്കി ഇങ്ങനെ അങ്ങ് വെക്കണം. സെറ്റല്ലേ? യാടാ ഇവിടെ അടുത്ത സ്റ്റോൺ സ്റ്റോൺ വാ. അത് മേടിച്ച് മാക്സിമം കാശ് കളക്ട് ചെയ്ത് വെക്കട്ടെ. അടുത്ത ഡിഫൻസ് ഉണ്ട്, ഇതും മേടിച്ചിട്ടേക്കാം. ഞാൻ ഇതുപോലെ എല്ലാ സാധനവും ഒന്ന് മേടിച്ചിട്ട് വരാം. ഓ നിങ്ങൾ കണ്ടാ ഇത് കണ്ടാ?
ഓരോരുത്തന്മാരുടെയൊക്കെ പെർ സെക്കൻഡ് 254 മില്യണോ? അതൊക്കെ എങ്ങനെയാണ് ഒപ്പിക്കണേ അതിൻ്റെ അകത്ത്? ഭ്രാന്തന്മാരാണ്. എടാ നമുക്ക് ഈ സ്ഥലം മേടിക്കണോടാ. ഇത് സ്ഥലം മേടിക്കണം. 250K വേണം. അതൊക്കെ ഒന്ന് ആക്കിയിട്ട് വരാടാ. 149K ആയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ സാധനവും കൊണ്ട് ഇവിടെ വെച്ചടാ. അല്ലെങ്കിൽ പൈസ ഭയങ്കര പാടാ. കൂടാതെ ഒരു ലൂട്ട് ബാരലും കൂടി മേടിച്ചിട്ടുണ്ട് വെളിയിൽ നിന്ന്. എടാ ഈ സാധനം ഇവിടെ മാക്സിമം മേടിച്ചു വെക്കണോടാ. അത് കൊള്ളാം ആക്ച്വലി. 70K 360 പെർ സെക്കൻഡോ? 1.2K 40 പെർ സെക്കൻഡ് വരുന്നുണ്ടല്ലോ. ഞാൻ ഈ സ്റ്റോണിൻ്റെ സാധനം മാത്രം മാക്സിമം മേടിച്ചു വെക്കൂടാ. വേറെ ഒന്നും ഞാൻ മേടിച്ചു വെച്ചില്ലെങ്കിലും അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. 171 അയ്യോ, പണി പാളോന്ന് അറിഞ്ഞ അപ്പം തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് കൈവച്ചാണോ. അവിടെ ഇവിടെ സെറ്റക്ക. അണ്ണാ നിനക്ക് എന്നാണ് എടുക്കണ്ടേ കയ്യിന്ന്? ഓർഡറാ നീ ഓർഡറാ നീ. അവൻ അടിച്ചു മാറ്റാൻ വന്നിരിക്കും. അവൻ ആരെന്നാ അവൻ്റെ വിചാരം? അവൻ അടിച്ചു മാറ്റാൻ വന്നിരിക്കാൻ. അല്ല പിന്നെ നമ്മളെടുത്താണോ അവൻ്റെ കളി? എടോ എന്തൊരു സാധനം വന്നടാ. ഇതേ ചുറ്റിനും മാപ്പിന് ചുറ്റിനും എന്ത് തേങ്ങയാടാ അതൊക്കെ. ഫ്രീ സ്ട്രബ് ഒക്കെ മേടിക്കണോ? വേണ്ട, അത് നോക്കും. ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാം എന്നിട്ട് സെറ്റാക്കാമല്ലോ. 42K മോർ. ഞാൻ കുറേ ചപ്പും ചോറും മേടിച്ചിട്ടുണ്ട്. എന്താണെങ്കിൽ മേടിച്ചിട്ടുണ്ട്. നമുക്ക് സെറ്റാക്കാം. എടാ അപ്പം കുറച്ചും കൂടി സാധനങ്ങൾ വേണം. എടാ അതത്ര ഓക്കെ. വളരെ കുറച്ചും കൂടി. അയ്യോടാ അവനെന്തോ ആണ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാടാ. എടാ ഇതൊക്കെ ആക്ച്വലി മേടിക്കായിരുന്നടാ. ഇതൊക്കെ കണ്ടോ ലേസർ ഡോർ. ഇപ്പം മേടിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പം തൽക്കാലം പൈസ ഇല്ല. എടാ 1K കൂടി ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ അത് മേടിക്കും. ഈ സ്ഥലം മേടിക്കും. മേടിച്ചു. നമ്മൾ ആ പൈസ മേടിച്ചു. പൈസ എന്നൊക്കെ നമ്മളെ സ്ഥലം മേടിച്ച്. ആ പൈസ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ സ്ഥലം മേടിച്ചിട്ടുണ്ട്. അപ്പം ഏതായാലും ഞാൻ ഈ വീഡിയോയുടെ ചേഞ്ച് ചെയ്യുമ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കിത് മൊത്തം പൊളിച്ചിട്ട് ഈ സ്ഥലവും കൂടി കൂട്ടി കിട്ടിലൊരു ബേസ് പണിതാലോ. അടുത്ത വീഡിയോയിൽ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ആണെങ്കിൽ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. നിങ്ങൾ വീഡിയോ ലൈക്ക് അടിക്കാത്തതാണ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.